ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. ഇത് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഐസ്ക്രീമിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ പാലും കോൺഫ്ലോറും എല്ലാം കൂടി ആദ്യം തന്നെ ഇന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പൊടിയൊന്ന് കട്ട പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് പാലെടുത്തു. അതുപോലെ തന്നെ പഞ്ചസാര എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ നല്ല കറക്റ്റ് മധുരമായിട്ടാണ് വരുന്നത്. 1/2 കപ്പ് പഞ്ചസാര കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ചേർത്തതായതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, ചോട്ടിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. ഇതിപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും കട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതി. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ കറക്റ്റ് അളവാണ്. അത് ചെറിയ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ആ ഒരു തിക്നെസ് കിട്ടത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തണുത്ത് വരുമ്പോൾ ഇതുപോലെ നല്ല കുറുകി തന്നെ ഇരിക്കണം. ഒത്തിരി ലൂസായി പോകരുത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതാണ്. ഇനി സ്ട്രോബെറി എടുത്തിരിക്കുന്നത് 150 ഗ്രാമാണ്. നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയോ ചെയ്യുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പാണ്. അപ്പം ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലാണെങ്കിലും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ സ്ട്രോബെറി ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആണെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൽ നിന്ന് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ കിടക്കും. അത് ഇഷ്ടമുള്ളവർക്ക് ഈ രീതി ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. സ്ട്രോബെറി ചേർക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു പിങ്ക് കളറൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ ഇതിലോട്ടൊരു കളറ് ചേർക്കണം. ഞാനിവിടെ കളറിനും ഫ്ലേവറിനും വേണ്ടി സ്ട്രോബെറിയുടെ ഒരു മിക്സാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ എസൻസ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. അതുപോലെ തന്നെ പിങ്ക് കളറ് 2-3 ഡ്രോപ്സ് ചേർക്കുക. ഒരുമിച്ച് ചേർക്കരുത്. ഓരോ കമ്പനിയുടെയൊക്കെ അനുസരിച്ച് കളർ വ്യത്യാസം വരാം. അപ്പോൾ ഒരു 2 ഡ്രോപ്സൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അത് മാത്രമല്ല സ്ട്രോബെറിക്കും ലൈറ്റ് പിങ്ക് കളർ ഉള്ളതുകൊണ്ട് തന്നെ കളർ പിന്നെ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു ടിന്നിലോട്ട് മാറ്റാം. ടിന്നിലോട്ട് മാറ്റിയ ശേഷം വേണമെങ്കിൽ നമുക്ക് നട്ട്സോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ക്രഷ് വേണമെങ്കിലും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കഴിക്കുന്ന സമയത്ത് നല്ലതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇടയ്ക്കായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കുക. ഒരു 8-10 മണിക്കൂർ വെക്കുക. ഇതിപ്പോൾ ഒരു 10 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ്. ഇത് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്കൂപ്പ് വെച്ചിട്ടോ വളരെ ഈസി ആയിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒത്തിരി ഹാർഡൊന്നും ആയി പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ടേസ്റ്റാണ്. കഴിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന സ്ട്രോബെറിയുടെ ഐസ്ക്രീമിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇതിന്. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും ആരും വിട്ടുപോകരുത്.